ഇനി ജാഗ്രതയിലേക്ക്. ഏറ്റുമാനൂരിൽ കൂട്ടാത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും വീട്ടിൽ നിന്നിറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 പേരും ജീവനൊടുക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ദൃശ്യം. മക്കളിൽ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നതും കാണാം. വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ 3 പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്ന വിവരങ്ങളൊക്കെ വളരെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്? ശ്രീജ, തീർച്ചയായും വളരെ ദുഃഖിപ്പിക്കുന്ന, എല്ലാവർക്കും ദുഃഖമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾക്കൊപ്പം ആണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ രാവിലെ പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി എന്നുള്ളതായിരുന്നു ആദ്യ ദിവസം വന്ന സൂചനകൾ. എന്തായാലും അന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കുട്ടി അല്പം മാറി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ കൂടി നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഈ ഷൈനി അനുഭവിച്ചിരുന്നതായി ഇന്നലെ തന്നെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ ജോലി കിട്ടാത്തത്, തുടർന്ന് ജീവിതം മുന്നോട്ട് പോകുന്നതിലുള്ള ആകെ പ്രതിസന്ധിയാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഷൈനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഷൈനിയുടെ ഭർത്താവ് നോബി ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്തത്. മറ്റെന്തെങ്കിലും കാരണം ഈ ആത്മഹത്യക്കുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കേവലം നോബി മാത്രമാണോ, അതല്ലാതെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതുകൂടി ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ നോബിയുടെ സഹോദരൻ വൈദികൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ത്യയിലില്ല, ഓസ്ട്രേലിയയിലാണുള്ളത്. അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുമപ്പുറം മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ, വീട്ടിൽ തലേദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് ഈ ഒരു ആത്മഹത്യയുടെ ചുരുളഴിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ആ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗൾഫിൽ ജോലിക്ക് പോയ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു കുടുംബം. തിരുവല്ല സ്വദേശി സാം വർക്കിയുടെ തിരിച്ചുവരവിനായി വൃദ്ധ മാതാവ് അടക്കമുള്ള കുടുംബം കാത്തിരിക്കുകയാണ്. 2 വർഷം മുൻപ് ഏജന്റ് മുഖാന്തരമാണ് സാം ഷാർജയിലേക്ക് ജോലിക്കായി വിസിറ്റിംഗ് വിസയിൽ പോയത്. 74-കാരിയായ സാറാമ വർക്കിയാണ് മകനു വേണ്ടി കാത്തിരിക്കുന്നത്. വിധവയായ അമ്മയ്ക്ക് ആശ്രയമായ മകനെപ്പറ്റി 2 വർഷമായി യാതൊരു വിവരവുമില്ല. 2023 മെയ് മാസമാണ് സാം വർക്കി ഷാർജയിലേക്ക് ജോലിക്ക് പോകുന്നത്. അജ്മാനിലെത്തിയ ശേഷം 1 മാസത്തോളം കുടുംബവുമായി സാം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സാമിനെ പറ്റി കുടുംബത്തിന് യാതൊരു വിവരവുമില്ല. ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. അവനെ അവിടെ കിടന്ന്, അവന് ജോലിയില്ല, അവിടെ ചെന്ന് പട്ടിണി കിടന്ന് ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഭക്ഷണമില്ല അവന്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന്റെ വിവരമില്ലാത്തത്. പക്ഷെ ഈ കബീർ എന്ന് പറയുന്ന അവനാ കളിപ്പിച്ചത്, ആലപ്പുഴക്കാരൻ. ഷാർജയിലെത്തിയ ശേഷം സാമിന്റെ നിർദ്ദേശപ്രകാരം ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു മലയാളിക്ക് കുടുംബം 2 തവണയായി പണം അയച്ചു കൊടുത്തതായി പറയുന്നു. ആവശ്യപ്പെട്ട പണം കൈപ്പറ്റിയാണ് ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് സാം വർക്കിയെ ഗൾഫിലെത്തിച്ചതെന്നും സഹോദരി പറയുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവര് തന്നെ കൊടുക്കാം ജോലി കിട്ടുന്നിടം വരെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് 2 പ്രാവശ്യം എന്റെ സഹോദരന് പൈസ അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ്, അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടുന്ന് പൈസ, അതേതോ അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ മുഖേന ഇന്ത്യൻ എംബസിയിൽ പരാതി അറിയിച്ചെങ്കിലും സാമിനെ കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ എക്സൈസ്. ഇവരാണ് ജില്ലയിലേക്കുള്ള കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കുന്നത്. അടുത്തിടെ പിടിയിലായ ഭൂരിഭാഗം കേസുകളിലും ഇതര സംസ്ഥാനക്കാർ പ്രതികളാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ആലുവ, പെരുമ്പാവൂർ മേഖലകൾ കഴിഞ്ഞ കുറെ നാളുകളായി ലഹരി മാഫിയയുടെ താവളമാണ്.
ആര് വരുന്നു പോകുന്നു എന്ന കൃത്യമായ ഒരു കണക്ക് പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഇല്ല. ഇപ്പോൾ എല്ലാ കൾട്ടിവേഷനും എല്ലാം നടക്കുന്നതെല്ലാം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഗോവ എന്നിങ്ങനെ ഏരിയകളിലാണ്. ഓക്കെ, ഇതെല്ലാം കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അത് വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടെ കേസുകൾ കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സൈസും പോലീസും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒഡീഷയിൽ നിന്നുമാണ് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. കഞ്ചാവ് കച്ചവടത്തിന് പിറകിലുള്ളതും ഇവർ തന്നെയാണ്. കച്ചവടം നടത്തി അടുത്ത തീവണ്ടിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇവരുടെ രീതി. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസും എക്സൈസും. ന്യൂസ് 18 കൊച്ചി. കാസർഗോട്ട് സിനിമാ സ്റ്റൈലിൽ തോക്ക് ചൂണ്ടി കവർച്ച. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് വാഹനം ഉപേക്ഷിച്ച് കടന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ രാത്രിയാണ് ഏച്ചിക്കാനത്തെ ഗ്രാനൈറ്റ് കമ്പനി മാനേജർ രവീന്ദ്രനെ 4 അംഗ സംഘം തോക്ക് ചൂണ്ടി 10 ലക്ഷത്തോളം രൂപ കവർന്നത്. കാഞ്ഞങ്ങാട് ഏച്ചിക്കാനത്താണ് ഗ്രാനൈറ്റ് കമ്പനി മാനേജറെ തോക്കുചൂണ്ടി ആക്രമിച്ച് പണം കവർന്നത്. ഏച്ചിക്കാനത്ത് ജാസ് ഗ്രാനൈറ്റ് അഗ്രിഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡ് മാനേജർ കോഴിക്കോട് മരുതോങ്കര സ്വദേശി പി രവീന്ദ്രനെ ആക്രമിച്ച സംഘം 10,20,000 രൂപയാണ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, ആസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടെ ഹോസ്തൂർ പോലീസ് പിടികൂടിയത്. ക്രഷർ അടച്ച് താമസ സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോ കാത്തു നിൽക്കവെയാണ് സംഘം തോക്കു ചൂണ്ടിയ ശേഷം രവീന്ദ്രനെ ചവിട്ടി വീഴ്ത്തി പണം കവർന്നത്. ഇയാളുടെ മൊബൈൽ ഫോണും തട്ടിയെടുത്തു. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഉപേക്ഷിച്ച് കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. മംഗളൂരുവിൽ നിന്നും കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടാനായത്. 10,20,000 അവർക്ക് ബാഗിൽ ഉണ്ടായിരുന്നു. ആരോ വന്നിട്ട് തോക്ക് കാണിച്ച് 2 പേര് അവർ കയ്യിൽ നിന്നും ആ ബാഗ് അവർ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അതാണ് ഈ സംഭവം നടന്നത്. അവർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. ഇങ്ങനെ അവരുടെ കയ്യിൽ 10,20,000 ഉണ്ടായിരുന്നു ബാഗിൽ. ഒരു ആളില്ലാത്ത ഏരിയയിൽ ആരോ 2 പേര് വന്നിട്ട് തോക്ക് കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബാഗ് അവരുടെ കയ്യിൽ ഇത് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. അതാണ് അവർ നമ്മളെ കയ്യിൽ ഇൻഫർമേഷൻ കൊടുത്തത്. കവർച്ച ചെയ്ത പണം പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം തോക്ക് കണ്ടെത്താനായിട്ടില്ല. സംഘം സമാന രീതിയിൽ മറ്റിടങ്ങളിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് വൈകിയേക്കും. പ്രതി അഫാൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി വി വിനോദും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. വിനോദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസ് ഇതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്? ശ്രീജ, ഇന്ന് തെളിവെടുപ്പിന് ഉള്ള തയ്യാറെടുപ്പായിരുന്നു. 7:30 മണിയോടുകൂടി പ്രതിയെ വാപ്പുമ്മയുടെ വീട്ടിൽ, അവിടെയാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്, അവിടെ എത്തിച്ച് തെളിവെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. രാവിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് വൈകിയായിരിക്കും ഇന്നത്തെ തെളിവെടുപ്പ് ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. ഇപ്പോഴും പ്രതി പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ ആരോഗ്യ പ്രശ്നം തുടരുന്നു എന്ന ഒരു സൂചന തന്നെയാണ്. വീണ്ടും ഈ കുഴഞ്ഞു വീണു, ബോധരഹിതനായോ എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസുകാർ ഇതിനകത്ത് ആ തരത്തിലുള്ള ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഏതായിരുന്നാലും പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചത്. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ
പോലീസുകാർ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ചില സൂചനകളാണ്. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, പോലീസുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഈ പ്രതി വീണ്ടും ആരോഗ്യ പ്രശ്നം പ്രതി നേരിടുന്നു എന്ന ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെയാണ് ശുചിമുറിക്കുള്ളിൽ ആദ്യം കുഴഞ്ഞു വീണത്. വിനോദ്, അകത്തു നിന്ന് കരച്ചിലിന്റെ സമാനമായ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിലവിളിയും കാര്യമൊക്കെ ഉണ്ടാകുന്നു എന്ന് കരുതുന്നു. ഏതായിരുന്നാലും ഈ തെളിവെടുപ്പ് വൈകുകയാണ്. രാവിലെ 7:30 മണിയോടുകൂടി വിഷയം അത് പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ആരോഗ്യ പ്രശ്നം ഈ സ്റ്റേഷനുള്ളിൽ സംഭവിച്ചു എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളെടുക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥന് ആരോഗ്യ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാവിലെ ഈ പ്രതി ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിക്കും ആ തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് പ്രതി കുഴഞ്ഞു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ആരോഗ്യ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ജീപ്പിൽ മാറ്റുകയാണ്. അദ്ദേഹത്തിന് ബസ് വന്നു എന്ന കാര്യമാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഓക്കെ, ഇന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അഫാൻ രാവിലെ കുഴഞ്ഞു വീണത്. വിവരങ്ങളാണ് വിനോദ് നൽകിയത്. ഡാൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിൽ ഇനി നിർണായകമാവുന്നത് ഈ തെളിവെടുപ്പാണ്. കാരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഊഹങ്ങൾക്കപ്പുറത്തേക്ക് തെളിവോടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ തെളിവെടുപ്പ് നടക്കണം. പക്ഷേ അത് ഇനിയും വൈകും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതോ ഉറക്കമില്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെയാണോ? ബോധപൂർവമായ ഒരു നീക്കമാണോ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന്, അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പോലീസിന് ബലമായ സംശയമുണ്ട്. കാരണം ജയിലിൽ എത്തിച്ചപ്പോൾ മുതൽ ആദ്യം സബ് ജയിലിൽ എത്തിക്കുന്നു, പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ജയിൽ അധികൃതരോട് താനും ആത്മഹത്യ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഈ അഫാൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അഫാന്റെ സുരക്ഷ 24 മണിക്കൂറും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അഫാനൊപ്പം വേണമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ സദാസമയം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പം നിർത്തിയത്. അതോടൊപ്പം രാത്രിയിൽ ജയിലിലെ ഏറ്റവും വിശ്വസ്തരായ അന്തേവാസി തന്നെയാണ് അഫാനോടൊപ്പം ഉണ്ടായിരുന്നത്, അഫാൻ ഉള്ള സെല്ലിലുണ്ടായിരുന്നത്. അവിടെയും ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് രാവിലെ ഈ ശുചിമുറിയിലേക്ക് പോകുന്ന വഴി വിലം കഴിച്ച് ബാത്റൂമിൽ കയറുന്ന സമയത്താണ് ഈ കുഴഞ്ഞ് വീഴുന്നതിന് സമാനമായി താഴെ വീണത്. ബോധപൂർവം തന്നെ വീണതാണോ എന്ന കാര്യമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് പ്രാഥമികമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചതും. വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുള്ളതായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന സൂചനകളും അങ്ങനെയാണ്. ബോധപൂർവമായ ഒരു നീക്കം അഫാൻ തന്നെ നടത്തുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ താനും ജീവൻ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതൊക്കെ ശ്രമങ്ങൾ മാത്രമാണ്. ആദ്യം വിഷം കഴിച്ചു എന്ന് പറയുന്നു, പിന്നീട് ആദ്യം അത് ഭക്ഷണത്തിലാണെന്ന് പറയുന്നു, പിന്നീട് അത് ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ അടുത്ത ഉദ്യോഗസ്ഥരെ കൺഫ്യൂഷനിലാക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതാണ് പോലീസിനെ കുഴിക്കുന്നത്. പക്ഷേ 8-ാം തീയതി വരെയാണ്, അതായത് നാളെ വരെയാണ് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് പാങ്ങോട് പോലീസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും ആ നടപടികളിലേക്ക് അവർ കടക്കും. ഈ ചുറ്റിക വാങ്ങിയ സ്ഥലത്തും അതോടൊപ്പം തന്നെ ഈ സ്വർണം പണയപ്പെടുത്തിയ സ്ഥലത്തുമൊക്കെ എത്തിച്ച്, അതോടൊപ്പം പാങ്ങോട് ഈ വലിയമ്മ സൽമ ബീവിയുടെ വീട്ടിലും അവരെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. ആ വീട്ടിലും എത്തിച്ച് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. ഒരുപക്ഷെ സമയം കുറച്ചുകൂടി വൈകും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അഫാന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു മാനസികമായി അഫാന്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ള ഒരു വിലയിരുത്തൽ നടന്നിരുന്നല്ലോ ഡാൻ. അതിലൊക്കെ വളരെ നോർമലായിട്ടാണ് അയാൾ പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിലയിരുത്തുന്നതും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ തന്നെയാണോ? അതായത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനെയൊരു കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ്
വെഞ്ഞാറമൂട് പോലീസ് എത്തുന്നത്. കാരണം അവരത് പറയുന്നതിന് കാരണം ഏതാണ്ട് 1/2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ആ കടത്തിന്റെ ഈ കടബാധ്യതയുടെ തെളിവുകൾ അത് കൃത്യമായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ അബ്ദുൾ റഹീം എന്ന ഈ അഫാന്റെ പിതാവിന് അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത അഫാനും അമ്മയ്ക്കും ഉള്ളതായി അറിയില്ല എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ ബാപ്പയെ അറിയാതെയാണ് ഉമ്മയും മകനും ചേർന്ന് ഇങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചത്. അത് ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് ഇങ്ങനെ വലിയൊരു ബാധ്യതയിലേക്ക് നയിച്ചത്. വൻ തുകകൾ 10-ലധികം ആളുകളിൽ നിന്ന് കടം വാങ്ങുകയും അത് തിരികെ ചോദിക്കുന്ന സമയത്ത് അവർ സമ്മർദ്ദത്തിലാക്കുകയും ഈ പണം തിരികെ കൊടുക്കാൻ ഒരു നിർവാഹമില്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കൊടും കൃത്യം ആസൂത്രണം ചെയ്തത് അഫാൻ എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഡാൻ കൊറിയനാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് കൂടി ചേരുന്നുണ്ട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. വിനോദ്, നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിലെത്തി മനസ്സിലാക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ബോധപൂർവമായ ശ്രമത്തിന്റെ സംശയങ്ങൾ പോലീസിനുണ്ടോ? നിലവിൽ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിച്ച അഫാൻ സ്റ്റേബിൾ ആണോ? ഇന്ന് രാവിലെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. രാവിലെ 7:30 മണിയോടുകൂടി തെളിവെടുപ്പ് എന്ന കാര്യമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പുലർച്ചെ കുഴഞ്ഞു വീണതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചത്. അത് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. നാളെ ഈ കാലാവധി അവസാനിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ സ്ഥലം, അത് പിതാവിൻ്റെ ഉമ്മയാണ്. ആ വീട് താഴെപ്പാങ്ങോടിലെ വീടാണ്. ആ വീട്ടിലെ തെളിവെടുപ്പ്, അതോടൊപ്പം തന്നെ ഈ ധനകാര്യ സ്ഥാപനം, ആഭരണം പണയം വെച്ച സ്ഥലം, ആയുധം വാങ്ങിയ, ചുറ്റിക വാങ്ങിയ വ്യാപാര സ്ഥാപനം, ഈ പണം നിക്ഷേപിച്ച ATM തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്. 4ഓളം ഇടങ്ങളിൽ തെളിവെടുപ്പ് തന്നെ പൂർത്തിയാക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ആരോഗ്യസ്ഥിതി ഇങ്ങനെ തുടരുമ്പോൾ തെളിവെടുപ്പും വൈകുകയാണ്. ഈ കുഴഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രതി ആ തരത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടാണോ അങ്ങനെ കുഴഞ്ഞു വീണതെന്ന സംശയം ബാക്കിയാവുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ അപ്പോൾ തന്നെ നൽകി തിരികെ അയക്കുകയും ചെയ്തു. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ കിടത്തി ചികിത്സിക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തോട് സഹകരിക്കുന്ന രീതി, അതായത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു, സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുന്നുണ്ട്. ഈ എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചെങ്കിലും പ്രതി അങ്ങനെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെയ്തികളെല്ലാം തന്നെ ഈ അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള, അത് നിസ്സഹകരണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന സംശയം പോലീസിനെ സംബന്ധിച്ച് 3 ദിവസം മാത്രമാണുള്ളത്. അല്ലെങ്കിൽ കോടതിയിൽ വീണ്ടും അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ കാലാവധി നീട്ടി വാങ്ങുക എന്നതാണ്. ഈ കേസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച മൊഴി, കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസവും പ്രതി പറയുന്നത് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് തന്നെയാണ്. അത് പിതാവ് നേരത്തെ പറഞ്ഞത്, അബ്ദുൾ റഹീം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കടബാധ്യതയെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വ്യക്തതയില്ല എന്നതാണ്. 8 വർഷമായി അദ്ദേഹം വിദേശത്ത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി പ്രഥമദൃഷ്ട്യാ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പലതും അദ്ദേഹം അറിഞ്ഞില്ല എന്നത് വസ്തുതാപരമായിരിക്കണം. കാരണം അഫാന് മറ്റെന്തെങ്കിലും തൊഴിലുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആദ്യം ഉപയോഗിച്ചിരുന്നത് 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണാണ്. പിന്നീട് 50,000 രൂപയുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുന്നു, മറ്റൊരു ബുള്ളറ്റ് ഉപയോഗിക്കുന്നു, ഒരു കാർ നേരത്തെ ഉണ്ടായിരുന്നത് അത് വിൽപ്പന നടത്തി പുറത്തുനിന്ന് മിക്കവാറും ഭക്ഷണം വാങ്ങുന്നു. ഇങ്ങനെ ഒരു ഇതൊക്കെ ഇനി തെളിവെടുപ്പിൽ കൂടി വ്യക്തമാവേണ്ടതുണ്ട്. ഈ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടത് കൃത്യമായ തെളിവുകളാണ്. അത് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ട തെളിവുകളാണ്. തെളിവെടുപ്പ് എന്തായാലും ഇനി അധികം വൈകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. ഇടുക്കിയിലെ 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ. പീരുമേട്, മഞ്ചുമല, വാഗമൺ എന്നീ വില്ലേജുകളിലാണ് ഉത്തരവ് നിലവിൽ വന്നത്. അനധികൃത നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, ഏത് തരത്തിലാണ് ഈ നിരോധനാജ്ഞ? ഈ അനധികൃത നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരോധന ഉത്തരവ് ആണോ വന്നിട്ടുള്ളത്? ഇടുക്കി
ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. ഈ പരുന്തുംപാറയിൽ നടന്നത് വലിയ തോതിലുള്ള ഒരു കയ്യേറ്റമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തുടർ നടപടികളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇന്നലെ മുതൽ മെയ് മാസം 2-ാം തീയതി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലാണ് നിരോധനാജ്ഞ. ഈ കയ്യേറ്റം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവും മറ്റും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധവും മറ്റും കണക്കിലെടുത്തും ക്രമസമാധാനം തകരാറിലാകാതിരിക്കാനും ഇതുകൂടാതെ വില്ലേജ് സംഘം ഇവിടെ കയ്യേറ്റം നടന്ന സ്ഥലം പരിശോധിക്കുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു സുരക്ഷ എന്നുള്ള രീതിയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു 2 മാസത്തെ കാലയളവാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ ഒരു സർക്കാർ ഭൂമി തിരികെ പിടിക്കാനുള്ള ഇതിനായി മുന്നിൽ കാണുന്നത്. ഈ കാലയളവിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ ഉൾപ്പെടെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലായി സർവേ നമ്പറുകളിൽ പെടുന്ന പ്രദേശത്താണ് ഈ നിരോധനാജ്ഞ. പീരുമേട് സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ 3 വില്ലേജുകളിൽ ഈ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിഷേധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് നിരോധനാജ്ഞ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.